വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങായ ഇളനീർവയ്പ് കഴിഞ്ഞു. അത്താഴപൂജയും ശീവേലിയും ശ്രീഭൂതബലിയും കഴിയുമ്പോഴേക്കും ഇളനീർ വ്രതക്കാർ കാവുകളുമായി തിരുവഞ്ചിറയ്ക്ക് സമീപം എത്തിയിട്ടുണ്ടായിരുന്നു. ഈ സമയം വീരഭദ്രന്റെ കോലം ധരിച്ച് അഞ്ഞൂറ്റാനും ചീനിവാദ്യവുമായി എരുവട്ടി മുന്നൂറ്റാനും കിഴക്കേ നടയിൽ തിരുവഞ്ചിറയുടെ കൽപ്പടവുകളിൽ നിലയുറപ്പിച്ചിരുന്നു. കാര്യത്ത് കൈക്കോളൻ തിരുവഞ്ചിറയിൽ അമ്മാറക്കല്ലിനും ആൽത്തറയ്ക്കും മധ്യത്തായി 4 വാഴപ്പോളകൾ ചതുരാകൃതിയിൽ നിരത്തി അതിൽ മരവാഴ വിരിച്ചു. തട്ടും പോളയും വയ്ക്കൽ എന്ന ഈ ചടങ്ങ് നടന്നതോടെ കുടിപതികൾ വെള്ളിക്കിടാരം തിരുവഞ്ചിറയിൽ വെച്ചു. തുടർന്ന് വ്രതക്കാർ തിരുവഞ്ചിറയിൽ പ്രവേശിച്ച് ഇളനീർക്കാവുകൾ സമർപ്പിക്കാൻ ആരംഭിച്ചു. ദേഹം മുഴുവൻ എണ്ണ തേച്ച് ഇളനീർ കാവുകളുമായി തിരുവഞ്ചിറയിൽ പ്രവേശിച്ച ഇളനീർ ഭക്തർ തട്ടും പോളയും വലം വെച്ച് മണിത്തറ നോക്കി തൊഴുതാണ് ഇളനീർ കാവുകൾ സമർപ്പിക്കുന്നത്. കാവുകൾ സമർപ്പിച്ച് വീരഭദ്രന്റെ അനുഗ്രഹവും വാങ്ങിയാണ് വ്രതക്കാർ തിരുവഞ്ചിറയിൽ നിന്നും പിൻവാങ്ങുന്നത്. മുഴുവൻ ഭക്തരുടെയും കാവുകൾ സമർപ്പിച്ചു കഴിയാൻ മണിക്കൂറുകളെടുക്കും. ഇളനീർ കാവുകൾ മുഴുവൻ സമർപ്പിച്ചു കഴിഞ്ഞാൽ ജന്മസ്ഥാനികരായ എരുവട്ടി തണ്ടയാനും മറ്റു തണ്ടയാന്മാരും എണ്ണയും ഇളനീരും മുഖമണ്ഡപത്തിൽ സമർപ്പിക്കുന്നതോടെ ഇളനീർ വയ്പ് പൂർത്തിയാകും.